നമുക്ക് ഓസിലേഷൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഓസിലേഷൻ. ആദ്യം നമ്മൾ പീരിയോഡിക് മോഷനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ ഓസിലേഷനിലേക്ക് വന്നു. ഇനി പ്രത്യേക കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓസിലേഷൻ, അവയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുക. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹാർമോണിക് എന്ന് പറഞ്ഞാൽ ഇൻ ട്യൂൺ എന്നൊക്കെയാണ് അർത്ഥം. സിമ്പിൾ ആയിട്ടുള്ള, കൃത്യമായി ആവർത്തിക്കുന്ന എന്നൊക്കെ പറയാം നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ചില പ്രത്യേക ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട് ഓസിലേഷൻസ്. ഇതൊക്കെ ഓസിലേഷൻസ് ആണെന്ന് നമുക്കറിയാം. ചില പ്രത്യേക ഓസിലേഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുക. എപ്പോഴാണ് ഒരു ഓസിലേഷനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുക എന്ന് വെച്ചാൽ, നമ്മളൊരു പെൻഡുലം കൺസിഡർ ചെയ്യാം. ഒരു ബോബ്, അതിൻ്റെ അറ്റത്ത് ഒരു നൂലൊക്കെ കിട്ടിയിട്ട് നൂല് ഒരു ആണിയുടെ മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബോബിനെ ഒരു അറ്റത്തേക്ക് വലിക്കുന്നു, അതിനെ വിടുന്നു. എന്ത് സംഭവിക്കും? രണ്ട് എക്സ്ട്രീം പൊസിഷൻസിൻ്റെ ഇടയിൽ ഇത് ഓസിലേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു പ്ലസ് എ ഉള്ള എക്സ്ട്രീം പൊസിഷനും ഉണ്ട്, ഒരു മൈനസ് എ ഉള്ള എക്സ്ട്രീം പൊസിഷനും ഉണ്ട്, ഒരു മീൻ പൊസിഷൻ, നടുവിൽ ഒരു സെൻറ്റർ പൊസിഷനും ഉണ്ട്. നമുക്കറിയാം, ഇങ്ങനെ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത് വളരെ ആ എക്സ്ട്രീം പൊസിഷൻസിൽ വെലോസിറ്റി 0 ആണ്. ഇത് വളരെ സ്പീഡിൽ സഞ്ചരിക്കുക മീൻ പൊസിഷനിലൂടെയാണ്. അപ്പോൾ വെലോസിറ്റി മാക്സിമം ആണ് മീൻ പൊസിഷനിൽ. എക്സ്ട്രീം പൊസിഷൻസിൽ വെലോസിറ്റി 0 ആണ്. ഇനി ഇത് എന്തുകൊണ്ട് ഈ മീൻ പൊസിഷനിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ മീൻ പൊസിഷനിൽ നിന്നൊരു ഫോഴ്സ് ഇതിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മീൻ പൊസിഷനിലേക്ക് തന്നെ വന്നിട്ട് പിന്നെ ആ വെലോസിറ്റി നിൽക്കാൻ പറ്റാതെ അത് പിന്നോട്ട് പോവുകയും അങ്ങനെ അവസാനം വന്ന ആ മീൻ പൊസിഷനിൽ അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഫോഴ്സ് ഇതിനെ മീൻ പൊസിഷനിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആക്സലറേഷൻ അതിന് ഈ മീൻ പൊസിഷനിലേക്ക് ഉണ്ട്. ഇനി മറ്റേ എക്സ്ട്രീം പോയി കഴിഞ്ഞാലും തിരിച്ചും അത് തന്നെയാണോ സംഭവിക്കുക? അപ്പോൾ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ അതിന് മീൻ പൊസിഷനിലേക്കുണ്ട്. നമ്മൾ വലിയ ദൂരത്തേക്ക് പിടിച്ചിട്ട് അതിനെ വിടുകയാണെങ്കിൽ അത് വളരെ വലുതായിട്ട് ഓസിലേറ്റ് ചെയ്യും. ചെറിയ ദൂരത്തിലേക്ക് പിടിച്ചിട്ടാണെങ്കിൽ അത് ചെറിയ ഓസിലേഷനാണ് നടത്തുക അല്ലേ? ഇതൊക്കെ നമ്മുടെ കോമൺ എക്സ്പീരിയൻസ് ആണ്. അതായത് ആക്സലറേഷൻ ഓഫ് ദ ബോബ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഈ പിടിച്ച് വലിക്കുന്ന ആ ദൂരമാണല്ലോ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓസിലേഷന്റെ കാര്യത്തിൽ ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ പറയുന്നത് മാതിരി വെറും ലെങ്ത് അല്ല ഡിസ്പ്ലേസ്മെന്റ്. ചിലപ്പോൾ സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ അതിന്റെ ആണിയിൽ നിന്നുള്ള ആംഗിളിലുള്ള മാറ്റം, അതിനെയും നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ പിന്നെ വേറെയും എക്സാമ്പിൾസ് നിങ്ങൾ വിക്ടേഴ്സ് ക്ലാസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. AC കറണ്ടുകളൊക്കെ എടുക്കുമ്പോൾ കപ്പാസിറ്ററിലൂടെയുള്ള AC-യുടെ മോഷൻ എന്ന് പറയുന്നത് ഒരു ഇതുപോലെയുള്ള ഒരു ഓസിലേഷനാണ് എന്ന് നമ്മൾ അടുത്ത വർഷം പഠിക്കും. LC ഓസിലേഷൻസ് എന്ന് പറയും. ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും കൂടി. അപ്പോൾ അവിടെയൊക്കെ ഈ ഓസിലേഷൻസ് എന്താണ്? ഡയറക്ട്ലി അവിടെയൊക്കെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുക. അവിടെ ഉണ്ടാവുന്നത് കറണ്ടിലുള്ള മാറ്റമാണ്, പക്ഷെ നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ വോൾട്ടേജിലുള്ള മാറ്റമാണ്, നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ ആംഗിളിലുള്ള മാറ്റമാണ്, നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഓസിലേഷൻസിന്റെ കേസിൽ ലെങ്ത് മാത്രമല്ല ഡിസ്പ്ലേസ്മെന്റ്, ഇറ്റ് ഈസ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നമ്മളിവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ചെറിയ ആക്സലറേഷൻ ഉണ്ടാവും, വലിയ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വലിയ ആക്സലറേഷൻ ഉണ്ടാവും. എങ്ങോട്ടേക്കാണ് ആക്സലറേഷൻ ഉണ്ടാവുക? ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. സോ ആൻ ഓസിലേഷൻ ഇസ് സെഡ് ടു ബി SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ. എപ്പോൾ? ഇഫ് ദ ആക്സലറേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. അതായത് A പ്രപ്പോർഷണൽ ടു X. എന്താ മൈനസ് ഇടാൻ കാരണം? ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നടത്തിയതിന്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ വിട്ടാലുടനെ അത് നേരെ ഓപ്പോസിറ്റിലേക്കാണ് അതിന് ആക്സലറേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ മൈനസ് സൈൻ. അപ്പോൾ A ഈസ് പ്രപ്പോർഷണൽ ടു -X. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ഇനി ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഒരു ഓസിലേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അതേ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റിനെ ഓഫ് SHM, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് SHM ക്യാൻ ബി റെപ്രസെന്റഡ്. സോ X ഓഫ് t is equal to കോസ് ഫംഗ്ഷൻ ആവാം, സൈൻ ഫംഗ്ഷൻ ആവാം, അല്ലൊരു മിക്സും ആവാം. A cos, ഇവിടെ എടുത്തിട്ടുള്ളത് A cos ഒമേഗ t പ്ലസ് ഫൈ ആണ്. ഇതിൽ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. X ഓഫ് t എന്ന് പറഞ്ഞാൽ സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. A എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ t പ്ലസ് ഫൈ, ഈ മുഴുവൻ ടേമിനെ നമ്മൾ ഫേസ് എന്നാണ് വിളിക്കുക. വളരെ എളുപ്പത്തിൽ ഫേസ് എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫേസ് എന്നുള്ളത് കേട്ടോ. ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. 2π nu or 2π/t. T is the period.
phi is the initial phase or phase constant. അതെന്താണ് എന്ന് നമ്മൾ കാണും. ഇപ്പോൾ വരുന്ന എക്സാമ്പിളുകളിൽ കാണും. നോക്കാം, ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഗ്രാഫ്, ഏതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഗ്രാഫാണിത്. ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും സമയത്തിനനുസരിച്ചുള്ള ആ മോഷൻ, ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ടി ഈസ് ഈക്വൽ ടു 0, സമയം 0 ആവുന്ന നേരത്ത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എ അല്ലേ? അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വീണ്ടും എഴുതുന്നു. എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ടി 0 ആകുമ്പോൾ വെൻ ടി ഈസ് ഈക്വൽ ടു 0 ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എ ആണ്. സോ എ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ഇൻറ്റു 0 പ്ലസ് 5 എന്നാണ് വരിക. അപ്പോൾ ഈ ടേം 0 ആയി പോകും. അങ്ങനെയാണ് ഇത് എ ഈസ് ഈക്വൽ ടു എ കോസ് 5 എന്ന് കിട്ടിയത്. അപ്പോൾ കോസ് 5 ഈസ് ഈക്വൽ ടു എ ബൈ എ ഈസ് ഈക്വൽ ടു 1. എപ്പോഴാണ് കോസ് 5 1 ആകുന്നത്? 5 ഏതോ ഒരു ആംഗിളിന്റെ കോസ് ആണ് 1. അപ്പോൾ ഏത് ആംഗിളിന്റെയാണ്? കോസ് ഇൻവേഴ്സ് 1 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കേസിൽ ഫേസ് ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് 0 ആണ് എന്നാണ് അർത്ഥം. എല്ലാ എക്സാമ്പിളും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ അതെന്താന്ന്. നമുക്ക് ഇവിടെ ഫേസിന് മാറ്റമൊന്നുമില്ല, ഫേസ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 2 സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട് അല്ലെ? 2 ഗ്രാഫ് കാണാനുണ്ടല്ലോ. 2 സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. ഒന്നാമത്തത് ഒരു ഗ്രീൻ വേവ് ആണ്, രണ്ടാമത്തത് ഒരു ബ്ലൂ വേവ് ആണെന്ന് വിചാരിക്കൂ. ഗ്രീൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, കണ്ടോ? ബ്ലൂ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ബ്ലൂ ആണ്. ബാക്കി എല്ലാം സെയിം ആണ്. നോക്കൂ, ടി ഇവിടെ എന്താണിതാ, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള സമയം അത് രണ്ടിനും ടൈം പീരിയഡ് സെയിം ആണ്. ആംഗുലാർ ഫ്രീക്വൻസി സെയിം ആണ്. എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി? പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്. ഈ ടൈം പീരിയഡിന്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് സൈക്കിൾസ് രണ്ടിനും കണ്ടോ, ഒരു അപ്പും ഒരു ഡൗണും ഉള്ളൂ. അപ്പൊ ആംഗുലാർ ഫ്രീക്വൻസി സെയിം ആണ്. ഇനീഷ്യൽ ഫേസ് രണ്ടു പേർക്കും എക്സ് ഇസ് ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ രണ്ടു പേർക്കും എന്താ നോക്കൂ, ഇവിടുന്ന് തന്നെയാണ് ഈ ഗ്രാഫ് തുടങ്ങുന്നത്. സോ ഇനീഷ്യൽ ഫേസ് സെയിം ഇനീഷ്യൽ ഫേസ് ആ കേസിലും എന്ത് തന്നെയാണ്? 5 ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ് വിത്ത് ഡിഫറെൻ്റ് ആംപ്ലിറ്റ്യൂഡ്, സെയിം ടൈം ആൻഡ് സെയിം ടൈം പീരിയഡ്, സെയിം ആംഗുലർ ഫ്രീക്വൻസി, സെയിം ഇനീഷ്യൽ ഫേസ്, 5 ഈസ് ഈക്വൽ ടു 0. ഇനി മൂന്നാമത്തെ ഗ്രാഫ് നോക്കാം. 2 ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഒന്നാമത്തെ ബ്ലൂ ഗ്രാഫിന് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ഗ്രീൻ ഗ്രാഫിന് ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. നമ്മൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുന്നു. ഡിസ്പ്ലേസ്മെന്റിനുള്ള എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ആ ഗ്രീൻ ഗ്രാഫിന് എഴുതിയാൽ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, ബ്ലൂ ഗ്രാഫിന് എഴുതിയാൽ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു എ കോസ് 5 എന്ന് കിട്ടും. ടി ഈസ് ഈക്വൽ ടു 0 ആണല്ലോ, അല്ലെങ്കിൽ കോസ് 5 ഈസ് ഈക്വൽ ടു 0 ഓർ 5 ഈസ് ഈക്വൽ ടു പൈ ബൈ 2. എന്താണ്? 2 സിമ്പിൾ ഹാർമോണിക് മോഷൻ, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്. കാണില്ലേ? ഇവിടെ സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നില്ല. ഇവിടെ നോക്കൂ, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്. കണ്ടോ? രണ്ടിന്റെയും മാക്സിമം സെയിം ആണ്, മിനിമം സെയിം ആണ്. അപ്പോ സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, സെയിം ടൈം പീരിയഡ് ആണ്. കാണില്ലേ? സെയിം ടൈം പീരിയഡ് ആണ്, സെയിം ആംഗുലാർ ഫ്രീക്വൻസി ആണ്. പക്ഷേ ഇനീഷ്യൽ ഫേസിൽ വ്യത്യാസമുണ്ട്. അതായത് നോക്കൂ, 5 ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. ഇനീഷ്യൽ ഫേസ് പൈ ബൈ 2 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഈ 2 വേവുകൾ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നാലാമത്തെ ഗ്രാഫ് നോക്കാം. 2 വ്യത്യസ്ത വേവുകളാണ്, കാണുന്നില്ലേ? പക്ഷെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. 2 സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഇനീഷ്യൽ ഫേസ്, ഒരേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഡിഫറെന്റ് ടൈം പീരിയഡ്. നോക്കൂ, ടൈം പീരിയഡ് ഡിഫറെന്റ് ആണ്, കാരണം അവരുടെ ഇതൊക്കെ വ്യത്യാസമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഡിഫറെന്റ് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. പക്ഷെ എന്താണ്? അവരുടെ ഇനീഷ്യൽ ഫേസ് സെയിം ആണ്. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആക്സലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻവോൾവ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? എ ഈസ് ഈക്വൽ ടു 0.7x മൈനസ് 200x സ്ക്വയർ മൈനസ് 10x മൈനസ് 100x ക്യൂബ്. നമുക്കറിയാം എന്താണ് സ്റ്റാൻഡേർഡ് റിലേഷൻ ഫോർ SHM, ആൻ ഓസിലേഷൻ ടു ബി SHM. ഒരൊറ്റ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട എന്താണ്? ആക്സലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, ഓർ എ ഈസ് ഈക്വൽ ടു മൈനസ് kx അല്ലെങ്കിൽ മൈനസ് എ കോൺസ്റ്റന്റ് ഇൻ ടു എക്സ്. അപ്പോൾ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. എ പാർട്ടിക്കിൾ ഈസ് ഇൻ ലീനിയർ, ഇത് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ഈസ് ഇൻ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ ആൻഡ് ബി 10 cm apart. Take the direction from A to B as positive. Give the signs of velocity, acceleration and force on the particle when it is at the end A.
ഓരോ ചോദ്യമായിട്ട് നോക്കാം. എയും ബിയുമാണ് പാർട്ടിക്കിൾ നീങ്ങുന്ന രണ്ട് എക്സ്ട്രീം പോയിന്റ്സ്. 10 സെന്റിമീറ്റർ ആണ് ഈ ലെങ്ത്, ടോട്ടൽ ലെങ്ത്. നടുവിലുള്ള പോയിന്റ് മീൻ അപ്പോൾ ഉണ്ടാവുക 5 സെന്റിമീറ്ററിലാണ്. എയിൽ നിന്നും ബിയിലേക്കുള്ള ഡയറക്ഷനെയാണ് പോസിറ്റീവായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റിയുടെയും ഫോഴ്സിന്റെയും ആക്സിലറേഷന്റെയും ഡയറക്ഷനാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം എൻഡ് എയിൽ പാർട്ടിക്കിൾ ഇതാ ഈ പോയിന്റിലാണ്. അപ്പൊ എൻഡ് എ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രീം പൊസിഷൻ, അവിടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. എയിൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? മീൻ പൊസിഷനിലേക്കാണ് അല്ലെ. അപ്പൊ ഡയറക്ഷൻ, അതിന്റെ ഡയറക്ഷൻ ആയി തന്നിട്ടുള്ളത്. അപ്പൊ അത് ഇൻ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ആക്സിസിന്റെ ഡയറക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും, അപ്പൊ ആക്സിലറേഷനും പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് എന്താണ്? എൻഡ് ബിയിലാണ്. വീണ്ടും വെലോസിറ്റി 0 തന്നെയാണ്, എക്സ്ട്രീം പൊസിഷനാണ്. ഇനി ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ആക്സിസിന് പോസിറ്റീവ്, അവർ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള പോസിറ്റീവിന് ഓപ്പോസിറ്റ് ആണ്. സോ ഫോഴ്സ് ഇസ് നെഗറ്റീവ്, ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. അടുത്ത കേസ് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവേർഡ്സ് ബി, ഇവിടെയാണുള്ളത്. അപ്പോൾ വെലോസിറ്റി മാക്സിമം ആണ്, കാരണം മിഡ് പോയിന്റിലാണ് വെലോസിറ്റി മാക്സിമം ഉണ്ടാവുക. ആ വെലോസിറ്റിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടാവും, പക്ഷെ നമുക്കിവിടെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യണ്ട. ടുവേർഡ്സ് എ ആണ് പോകുന്നത്, കണ്ടോ. അപ്പൊ ഇങ്ങോട്ടേക്കാണ് വസ്തു പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ആണല്ലോ. സോ വെലോസിറ്റി ഇസ് നെഗറ്റീവ്, വെലോസിറ്റി മാക്സിമം ആണ്, നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ സെൻട്രൽ തന്നെയാണല്ലോ ഉള്ളത്, മീൻ പൊസിഷനിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഫോഴ്സ് 0 ആയിരിക്കും, ആക്സിലറേഷനും 0 ആയിരിക്കും. 2 സെന്റിമീറ്റർ അവേ ഫ്രം ബി ഗോയിങ് ടുവേർഡ്സ് എ, 2 സെന്റിമീറ്റർ അവേ ഫ്രം ബി. അപ്പോൾ അത് അവിടെയാണ്. ഗോയിങ് ടുവേർഡ്സ് എ ആണ് അല്ലെ, ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ വെലോസിറ്റി 0 അല്ല മാക്സിമം അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു വെലോസിറ്റി ആയിരിക്കും. പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫോഴ്സ് ഇതാ ഈ സെന്ററിൽ നിന്നാണ് ഉണ്ടാവുക, പക്ഷെ അതും ഡയറക്ഷൻ എങ്ങോട്ടാണ്? നെഗറ്റീവ് ഭാഗത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഫോഴ്സ് നെഗറ്റീവ് ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. 3 സെന്റിമീറ്റർ അവേ ഫ്രം എ ഗോയിങ് ടുവേർഡ്സ് ബി, എയിൽ നിന്ന് 3 സെന്റിമീറ്റർ വരയ്ക്കുക, ഗോയിങ് ടുവേർഡ്സ് ബി ആണ്. അവിടെ വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ഈ ഡയറക്ഷൻ തന്നെ അനുസരിച്ചാണല്ലോ. സോ വെലോസിറ്റി ഇസ് പോസിറ്റീവ്, ഫോഴ്സ് ഇസ് പോസിറ്റീവ്, ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കാര്യമായിട്ട് കണ്ടത് SHM മോഷനെ പറ്റിയിട്ടാണ്. എ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ഓർ എ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇൻ ടു എക്സ്. പിന്നെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് ഫേസിനെ പറ്റിയാണ്. ഫേസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലൊരു ചിത്രം കിട്ടണമെങ്കിൽ എന്ത് പറയാം, ഒന്നിലധികം പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ എന്തുണ്ടാവുന്നത്? വേവ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ്, 2 പാർട്ടിക്കിൾ എടുത്താൽ 2 പാർട്ടിക്കിളും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും മുകളിലേക്ക് വൈബ്രേറ്റ് ചെയ്യുക, താഴേക്ക് വൈബ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ഫേസ് 0 ആണെന്ന് പറയാം. ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അവർ തമ്മിൽ, അപ്പോൾ അവർക്കിടയിൽ ഒരു ഫേസ് ഉണ്ട് എന്ന് പറയാം. ചിലപ്പോൾ വലിയ വ്യത്യാസം, അതായത് ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ മറ്റൊരാൾ താഴേക്കായിരിക്കും പോകുന്നത്, അപ്പോൾ അവർ തമ്മിൽ വലിയ ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. തൽക്കാലം ആ കൺസെപ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ആ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അത്രയേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ സ്കോപ്പിൽ നമുക്ക് ഫേസ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നത്. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. 4 സെന്റിമീറ്റർ at 4 സെന്റിമീറ്റർ അവേ ഫ്രം ബി ഗോയിങ് ടുവേർഡ്സ് എ. നമുക്ക് 4 സെന്റിമീറ്റർ ആണ്, അപ്പൊ മീനിന്റെ ഇപ്പുറത്ത് തന്നെയാണ്, മീൻ 5ലാണ്. സോ അഗെയിൻ എന്താണ്? വെലോസിറ്റി നെഗറ്റീവ് ആണ്, ഫോഴ്സ് നെഗറ്റീവ് ആണ്, ആക്സിലറേഷനും നെഗറ്റീവ് ആണ്. An object is undergoing SHM with a period of 1.2 seconds and amplitude 0.6 meter. At t is equal to 0, object is at x is equal to 0. How far is the object from equilibrium position when t is equal to 0.48 seconds? എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ ഹൗ ഫാർ ഇസ് ദ ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. എന്താണ്? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ആദ്യത്തെ കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത്? ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഓബ്ജക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിലാണ്. സോ എറ്റ് ടി ഇസ് ഈക്വൽ ടു 0 ഈക്വേഷൻ എഴുതാം. എക്സിന് പകരം എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. ടിക്ക് പകരം എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. അപ്പൊ എന്താ കിട്ടുക? എ കോസ് ഇൻറ്റു 0 പ്ലസ് 5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 0 ഈസ് ഈക്വൽ ടു എ ഒക്കെ പോവും, കോസ് 5 എന്ന് കിട്ടും. ഏതാണ്? 5 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0 ഓർ 5 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2. അപ്പോൾ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, പൈ ബൈ 2ന്റെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇനി എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഇനിയും ടേംസ് കണ്ടുപിടിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഫ്രീക്വൻസി ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/t, പീരിയഡ് തന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ 1.2 സെക്കൻഡ്സ് എന്നാണ് തന്നിട്ടുള്ളത്. സോ എഫ് ഇസ് ഈക്വൽ ടു 1/1.2 ചെയ്താൽ 0.83 എന്ന് കിട്ടും. എന്തിനാ എഫ് കാണുന്നത്? ഒമേഗ കാണാൻ വേണ്ടിയിട്ടാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ, ഇല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ചെയ്താലും മതി. അപ്പോൾ എന്ത് കിട്ടും? 5.23 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അത് ശ്രദ്ധിക്കണം. ഒമേഗ നമുക്ക് കിട്ടുന്ന വാല്യൂ റേഡിയൻ പെർ സെക്കൻഡിലാണ്. ഇനി ഇതെല്ലാം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു a cos ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ എ എന്നുള്ളതിന് ഇത് അവിടെ തന്നിട്ടുണ്ടല്ലോ. എന്താണ്? ആംപ്ലിറ്റ്യൂഡ് 0.6 മീറ്റർ. അപ്പോൾ 0.6 എന്ന് എഴുതുക. കോസ് ഒമേഗയ്ക്ക് പകരം 5.23 എന്ന് എഴുതുക. ഇൻറ്റു ടി. ടി എത്ര തന്നിട്ടുള്ളത്? 0.48 സെക്കൻഡ്സിലല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 0.48 എന്ന് എഴുതുക. പ്ലസ് ഓർ മൈനസ് π/2 എന്ന് എഴുതുക. ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. ഇനി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിന്റെ മോഡ് റേഡിയൻ RAD എന്നുള്ളൊരു മോഡിലേക്ക് ഈ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ മോഡ് ചേഞ്ച് ചെയ്യുക. അങ്ങനെ റേഡിയനിലേക്ക് മാറ്റുക. അതിനുശേഷം വേണം ഇത് പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ 5.23 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 0.480 മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ പ്ലസ് ഓർ മൈനസ് π/2, പ്ലസ് ഓർ മൈനസിനെ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? 180/2 90 വെച്ചിട്ട് ചെയ്യാം. ഇൻറ്റു 0.6 എന്നും ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 0.353 മീറ്റർ എന്ന് കിട്ടും. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടുക. ഇനി പ്ലസ് ഓർ മൈനസ് π/2 എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യാം. അതിനുശേഷം അതിനെ അതുപോലെ തന്നെ എഴുതാം. ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് ഡിസ്റ്റൻസ് 0.353 മീറ്റർ. ഇത് ആദ്യം കാൽക്കുലേറ്ററിനെ എന്തിലേക്ക് മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം ഈ കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ അത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം.